കഴുത തന്റെ കാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. എടെ ഡങ്കി, എവിടെയായിരുന്നു? അറിയാമോ, ഇന്നലെ തൊട്ട് നിന്റെ ആവശ്യം എപ്പോഴൊക്കെ വന്നെന്ന്. ഷേർഖാൻ നിന്നോട് ഒരുപാട് ദേഷ്യത്തില. നോക്ക്, നിനക്ക് എന്തൊക്കെ പണി തരാൻ പോകുന്നെന്ന്. അവനെ ഷേർഖാന്റെ മുൻപിലേക്ക് കൊണ്ടുപോയപ്പോൾ ഷേർഖാൻ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഡങ്കി, നീ കാട്ടിൽ നിന്നും പോയി വളരെ വലിയ തെറ്റ് ചെയ്തു. ശിക്ഷ എന്ന രീതിയിൽ നീ ഈ പകുതി കാട് മുഴുവനും വൃത്തിയാക്കണം. പകുതിയല്ല ഷേർഖാൻ, ഞാൻ മുഴുവൻ കാടും വൃത്തിയാക്കാൻ തയ്യാറാണ്. എനിക്ക് തെറ്റുപറ്റി. ഇനി മുതൽ ഞാൻ ഒരിടത്തേക്കും പോകില്ല. വരൂ മാനേ ചെന്നായേ, നമുക്ക് മുഴുവൻ കാടും വൃത്തിയാക്കാം. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതമായി. ഡങ്കി എങ്ങനെ ഇത്ര വേഗം പണിയെടുക്കാനായി താല്പര്യം കാണിക്കുന്നു എന്ന്. അവന് എന്ത് സംഭവിച്ചിരിക്കുന്നെന്നാൽ അവൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയ കുട്ടികളെ, ദൈവം നമുക്ക് തന്ന ജീവിതം, അതാണ് നമുക്ക് കിട്ടിയ നല്ല ജീവിതം. നമ്മൾ ചെയ്യുന്ന ജോലിയും നമുക്ക് നല്ലതിനു വേണ്ടിയാണ്. എങ്ങനെയാണോ തനിയെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് കഴുതയ്ക്ക് ബോറടിച്ചോ, അതുപോലെ നിങ്ങളും തനിയെയും വെറുതെയും ഇരുന്നാൽ നിങ്ങൾക്കും ഈ പറയുന്നതെല്ലാം മനസ്സിലാകും.